മലമ്പുഴ മണ്ഡലത്തിലാണ് ഞങ്ങൾ ഇത്തവണ വന്നു നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എം എൽ എയുമായ എ പ്രഭാകരനാണുള്ളത്. ഇപ്പോൾ എല്ലാ കാലത്തും എൽ ഡി എഫിനൊപ്പം നിന്നിട്ടുള്ള മണ്ഡലം. അതിപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം നോക്കിയാലും ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. കാറ്റൊന്നും മാറി വീശിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അതിൻ്റെ ഒരു ആത്മവിശ്വാസമുണ്ട്. പക്ഷേ ഇത്തവണത്തെ സ്ഥാനാർത്ഥികൾ അതിൽ ചില കാര്യങ്ങളൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഇന്നയാളാണെങ്കിൽ ചിലപ്പോൾ വോട്ട് അങ്ങോട്ട് മറയാം, സ്പ്ലിറ്റ് ആവാം എൽ ഡി എഫിൻ്റെ വോട്ടുകൾ. ആ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്താണ് സാറിൻ്റെ അതിനോടുള്ള അല്ല, കഴിഞ്ഞ തവണ ഇവിടെ NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച കൃഷ്ണകുമാർ തന്നെയാണ് നമ്മുടെ എതിർ സ്ഥാനാർത്ഥി. പിന്നെ മറ്റത് ഞാൻ ഒന്നും പറയുന്നില്ല. പിന്നെ അത് ഞാൻ പറയണത് അധികം പറ്റാകും. അതുകൊണ്ട് ഞാൻ ആ സ്ഥാനാർത്ഥിയെ കുറിച്ചൊന്നും പറയുന്നില്ല. LDFന്റെ വോട്ടിൽ ഏതെങ്കിലും തരത്തിലൊരു സ്പ്ലിറ്റ് വരാൻ സാധ്യതയുണ്ടെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, LDFിൽ കൂടുതൽ വോട്ട് കിട്ടാനാണ് സാധ്യത എന്ന് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലം ഈ വികസന രംഗത്ത് വളരെ നിരന്തരമായി ഇടപെട്ട് ഈ മണ്ഡലത്തിൽ ഒരുപാട് വികസന പ്രവർത്തനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എതിർ രാഷ്ട്രീയ ഭാഗത്തുള്ളവരും നമുക്ക് അനുകൂലമായി വോട്ട് ചെയ്യാനാണ് സാധ്യത. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ വാളയാർ ആയക്കെട്ടിനെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നതാണ് മരുത റോഡ്, എലപ്പുള്ളി, പുതുശ്ശേരി, കൊടുമ്പ്. ഇക്കൊല്ലവും കഴിഞ്ഞ കൊല്ലവും ഒരു നുരിയോ പഞ്ച പോലും ഉണങ്ങിയില്ല. എല്ലാവർക്കും കൃഷി, നല്ല നെല്ലും കിട്ടി. എന്താ കാരണം? ഞാൻ വാളയാർ കനാലിൽ ഒരു നീര് വെള്ളത്തിന് എല്ലാവരുടെയും കൃഷി ഉണങ്ങുമ്പോൾ ഞാനിത് MLA ആയതും ഫസ്റ്റിൽ ചെയ്തത് അതാണ്. വാളയാർ മെയിൻ കനാൽ അത് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചു. എല്ലാ സ്ലൂയിസിനും ഷട്ടറിട്ടു. വെള്ളം തുറന്നതും 10 ദിവസം കഴിഞ്ഞാൽ ടൈലൻഡിലെത്തില്ല. ഇപ്പം അതല്ല, തുറന്നതിൻ്റെ പിറ്റേ ദിവസം വെള്ളം എത്തും. ആർക്കും കൃഷി ഉണങ്ങിയില്ല. അതുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട കൃഷിക്കാരൊക്കെ എനിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങിപ്പോ പറഞ്ഞല്ലോ ഈ കർഷകരുടെ പ്രശ്നം, അതോടൊപ്പം തന്നെ ഈ വെള്ളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം. ഇത് നിരന്തരം പാലക്കാട് അല്ലെങ്കിൽ ഈ മലമ്പുഴ മണ്ഡലത്തിൽ നിലനിൽക്കുന്ന ഒന്നാണ്. ഇപ്പോൾ അത് വർഷങ്ങളായി നിലനിൽക്കുന്ന ഒന്നാണ്. അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുന്നത്, ഒരു ഇടപെടൽ അത് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു പരാതി ഇപ്പം നമ്മൾ പല മണ്ഡലങ്ങളിൽ പലരുമായിട്ട് സംസാരിച്ചിരുന്നു. ഇടപെടൽ നടത്തിയതിൻ്റെ ഇത് പറയാം. ഞാനിപ്പോൾ വാളയാർ ആയക്കെട്ട് കൃഷി ചെയ്യണവരുടെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ മലമ്പുഴ ആയക്കെട്ടിൽ ആകെ 2 പഞ്ചായത്തിലേ വരുള്ളൂ, മരുത റോഡ് പഞ്ചായത്തും കൊടുമ്പ് പഞ്ചായത്തും. ബാക്കിയുള്ളത് കൊല്ലങ്കോട് വരെയും പത്തിരിപ്പാൽ വരെയും പോണതാണ് വെള്ളം. 200 കോടി ഉറുപ്പിയുടെ വേൾഡ് ബാങ്കിൻ്റെ സഹായം നമ്മൾ വാങ്ങിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അത് എൻ്റെയും കൂടി എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം ഇനി മെയിൻ കനാൽ മാത്രമല്ല, കാടാചാലുകളും ഫീൽഡ് പോത്തികളും എന്നൊക്കെ പറയുന്ന എല്ലാ ചാലുകളും നേരെയായാൽ ഒരു തുള്ളി വെള്ളം നഷ്ടപ്പെടില്ല. അപ്പോൾ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വിളയുണക്കം പറയുന്ന ഒരു സാധനം ഉണ്ടായില്ല. പിന്നെ നിങ്ങൾ ഒരു പക്ഷേ ഉദ്ദേശിച്ചത് നെല്ലിൻ്റെ താങ്ങുവിലയും മറ്റു പ്രശ്നങ്ങളായിരിക്കും. നെല്ലിൻ്റെ താങ്ങുവിലയ്ക്ക് പണ്ട് മര്യാദയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നതാണ് കേരള ബാങ്ക്. അതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായത് സ്റ്റേറ്റ് ബാങ്കിനെയും ഫെഡറൽ ബാങ്കിനെയും അതുപോലെ തന്നെ നമ്മുടെ കാനറ ബാങ്കിനെയും ഏൽപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അതിലിത്തിരി താളക്കേടുണ്ടായി. കാരണം അവർ ലോണ് ആയിട്ടാണ് തരിക. കേരള ബാങ്ക് അതല്ല, നമ്മൾ കൊണ്ട് കൊടുത്താൽ PRS കൊടുത്താൽ അപ്പോൾ പൈസ തരുന്നതായിരുന്നു. അപ്പം നിരവധി തവണ ഇത് അസംബ്ലിയിൽ ഉന്നയിക്കുക മാത്രമല്ല, മുഖ്യമന്ത്രിയോട് തന്നെ നേരിട്ട് പറഞ്ഞ് ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സപ്ലൈകോ നെല്ലെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ PRS കൊണ്ടുപോയി സഹകരണ ബാങ്കിൽ കൊടുത്താൽ, ഇപ്പോൾ സർക്കാരും സഹകരണ ബാങ്കും കൂടി എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ പണം കിട്ടും. പക്ഷേ ഇതിൽ കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ കൊടുക്കുന്ന ഇൻസെൻറ്റീവ് ഉണ്ടല്ലോ, 23 റുപ്യ 16 പൈസ എന്താണ് കേന്ദ്രം കൊടുക്കുന്നത്, ബാക്കി 30 റുപ്യ ബാക്കിയുള്ളത് സ്റ്റേറ്റാണ് കൊടുക്കുന്നത്. ആ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കൃഷിക്കാരൻ NDAക്ക് BJPക്ക് വോട്ട് ചെയ്യുമോ? അത് ഉണ്ടാകാൻ സാധ്യതയില്ല. അത് പത്രം വായിക്കുന്നവരും നാട്ടറിവുള്ളവരും ഒരിക്കലും ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു നയത്തിനെതിരായിട്ട്, അവരുടെ നയം എന്ന് പറയുന്നത് കർഷക വിരുദ്ധമാണ്. ഒരു ചോദ്യം കൂടെ, ബ്രൂവറി വിഷയത്തിൽ വലിയ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. അത് ഇത്തവണ നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ആവും? ഒരു രീതിയിലും വരാൻ സാധ്യതയില്ല. ഒന്നാമത്തെ, ബ്രൂവറിയെ കുറിച്ച് എനിക്ക് അറിയില്ല, എൻ്റെ അടുത്ത് ആരും ചോദിച്ചിട്ടുമില്ല. അല്ല, ഞാൻ ഇപ്പോൾ ഇവിടെ MLA എന്ന നിലയ്ക്ക് ബ്രൂവറിയുടെ വിഷയത്തെ കുറിച്ചിട്ട് എൻ്റെ അടുത്ത് ആരും ചോദിച്ചിട്ടില്ല, എനിക്ക് അറിയൂല. പിന്നെ ഇത് വരാൻ പോകണമെന്നൊക്കെ പറഞ്ഞു, അത് കോടതി സ്റ്റേ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഞാൻ പേപ്പറിൽ വായിച്ചിട്ടുള്ള വിവരമല്ലാണ്ട് എനിക്ക് വേറെ വിവരങ്ങൾ അതിനെക്കുറിച്ചില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കേരളത്തിൽ മദ്യനിരോധനം ഇല്ലല്ലോ? ഉണ്ടോ? അപ്പോൾ ആൾക്കാർ കള്ളു കുടിക്കുന്നുള്ള ഉറപ്പല്ലേ? അപ്പോൾ ഈ സാധനത്തിന് ഏറ്റവും ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സ്പിരിറ്റ് അല്ലേ? അത് ഉൽപ്പാദിപ്പിക്കാതെ ഇരുന്നാൽ ഇത് മൈസൂരിലെയും മധ്യപ്രദേശത്തും ക്ഷാമം ഇല്ലേ? ഒന്നാമത്തത് വാളയാർ മലബാർ സിമെന്റ്സ് മൈൻസിൽ വെള്ളമുണ്ട്, ആ വെള്ളം അതിനെടുക്കാം. രണ്ടാമത്തത്, അവിടെ ഇപ്പോൾ നമ്മൾ വലിയേരി, ഇതിപ്പോൾ ഞാൻ തന്നെ ഈ 4 കോടി ഉറുപ്പ്യ വെച്ചിട്ട് അവിടെ ഇപ്പോൾ മറ്റേ ഇതിപ്പോൾ ഈ കഴിഞ്ഞ ഇതിൽ ചെല്ലങ്കാവേരി
ഒരുപാട് വെള്ളം തങ്ങി നിൽക്കുന്നതാണ്. മാത്രമല്ല ഇനി വേറെയുണ്ട്, വാളയാർ വെള്ളവും ഇത് ആവശ്യത്തിന് ഇപ്പോൾ നമ്മൾ കനാലൊക്കെ നേരെയാക്കിയത് കൊണ്ട് കൃഷിക്കാർക്ക് ആവശ്യത്തിലധികം വെള്ളമുണ്ട്. അതൊക്കെ ഉപയോഗിക്കാമല്ലോ. എന്തിനാണ് ഈ മലമ്പുഴ പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ നടക്കേണ്ട കാര്യം എന്താ? അപ്പം മറ്റൊന്ന്, ഇപ്പോൾ ഈ അടുത്ത കാലത്തായി നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ BJP അല്പം വോട്ട് ശതമാനം ഉയർത്തിക്കൊണ്ടുവരുന്നതാണ് കാണുന്നത്. ഇപ്പം അങ്ങേയമായി മത്സരിച്ച അതേ സ്ഥാനാർത്ഥി തന്നെയാണ് NDAക്ക് C. കൃഷ്ണകുമാർ ഇത്തവണയും നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ഏത് തരത്തിൽ NDAയുടെ ഒരു വോട്ട് അത് ഏതെങ്കിലും തരത്തിലൊരു വെല്ലുവിളിയാകുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ആരാണ്, കൃഷ്ണകുമാർ ആരാണെന്നൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന ഒറ്റ കാര്യം, കുറച്ച് നുണയും പണവും ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക പറഞ്ഞ അഹങ്കാരത്തിന് മറുപടി ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ഒറ്റ കാര്യം കൂടെ ചോദിച്ചോട്ടെ. പാലക്കാടും മലമ്പുഴയും തമ്മിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഈ എന്ത് ഡീല് വ്യത്യാസമുണ്ട്? അങ്ങനെയല്ല, തൊട്ടടുത്ത് കിടക്കുക. സാർ ഇത്രയും ഉയർന്ന മുതിർന്ന നേതാവും കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ CJP എന്ന് പറയുന്നു, അതുപോലെ KC വേണുഗോപാലാണെങ്കിലും പ്രതിപക്ഷ നേതാവാണെങ്കിലും പാലക്കാട് ഒരു ഡീലുണ്ടെന്ന് പറയുന്നു. അത് വലിയ ചർച്ചയാകുന്നു. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും ആളുകൾ, ജനങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിൽ കൃത്യമായിട്ടുണ്ടാവും, വോട്ടേഴ്സിന്റെ ഉള്ളിൽ. അപ്പൊ സാറിന് എന്താ തോന്നുന്നത്, ഇതൊക്കെ കുറച്ചൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ പറയാൻ പറ്റുമോ? അവര് മാധ്യമങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞുതരാം എന്ത് പറയുന്നത്. അല്ല, ഇന്നലെയൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. BJPയും CPM തമ്മിൽ ഒരു ഡീൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ അല്ല, പറയുന്നില്ല. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പരാജയ ഭീതി പോണ്ട കോൺഗ്രസ് അവരുടെ വിഭ്രാന്തി പ്രകടിപ്പിക്കുകയാണത്. അല്ലാതെ ഈ നിങ്ങൾക്ക് തോന്നണം തല പോയ CPM BJPയുമായി ഡീൽ ഉണ്ടാകുമോ? ഞാൻ പറയട്ടെ, അത് പറയാം, പിന്നെ എനിക്ക് പറയാൻ എന്നെ നിങ്ങൾ പറയിപ്പിക്കുകയാണ്. ഈ മലമ്പുഴയിൽ ചിലപ്പോൾ BJPയും കോൺഗ്രസും തമ്മിൽ ഡീലുണ്ടെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? VSന്റെ ഒരു സ്റ്റാഫിലുണ്ടായിരുന്ന ഒരുത്തനെ VSന്റെ എന്താ പറയുക, മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ട്, അതൊക്കെ പുറത്ത് പറയാൻ പറ്റാത്ത സംഭവങ്ങളുണ്ട്, ഞാനത് പറയുന്നില്ല. അപ്പോൾ അവർ തമ്മിൽ വല്ല ഡീലുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചു. BJPയും കോൺഗ്രസും തമ്മിൽ അല്ല പിന്നെന്ത് ഡീലുണ്ടോന്നല്ലേ? അങ്ങനെ ഡീലുണ്ടെങ്കിലും ഈ മലമ്പുഴയിൽ ഇടതുപക്ഷത്തെ ഒന്നും തോൽപ്പിക്കാനുള്ള ഒരു കരുത്ത് അവർക്ക് ഉണ്ടായി. തീർച്ചയായിട്ടും അത്തരത്തിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് മലമ്പുഴയിലെ സിറ്റിംഗ്. അതെ, അത്തരത്തിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് മലമ്പുഴയിലെ സിറ്റിംഗ് MLA കൂടിയായ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കൂടിയായ A. പ്രഭാകരൻ. ഉറപ്പായും ഇടതുപക്ഷം ഇത്തവണയും വലിയ ഭൂരിപക്ഷത്തോടെ തന്നെ ഈ മലമ്പുഴ മണ്ഡലത്തിൽ അദ്ദേഹം വിജയിച്ച് കയറുമെന്നുള്ള ആത്മവിശ്വാസമാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.